ഇനി ഉച്ചപൂജയുടെ സമയത്ത് സർവാഭീഷ്ടപ്രദായകൻ എന്നാ പറയുക ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിന്. അതായത് നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ഗുരുവായൂരപ്പൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്നു. ആ പേരിൽ തന്നെയുണ്ട് സർവാഭീഷ്ടപ്രദായകൻ എന്ന്. അപ്പോൾ എല്ലാവരും നന്നായി ഉച്ചപൂജ കണ്ടു തൊഴുതോളൂ. എല്ലാവരുടെ പ്രാർത്ഥനകളും ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു തരുന്നതാണ് ഉച്ചപൂജ തൊഴുത് കഴിഞ്ഞാലുള്ള ഫലമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഉച്ച ശീവേലി വരുന്നത്. ഇപ്പോൾ സാധാരണ ദിവസങ്ങളാണെങ്കിൽ 4:30 നട തുറക്കും. ഇനിയിപ്പോൾ വിശേഷ ദിവസങ്ങൾ, അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ 3:30 തുറക്കുക. ആ ഒരു സമയത്താണ് ഉച്ച ശീവേലി ഉണ്ടായിരിക്കുക. അപ്പോൾ ഉച്ച ശീവേലിക്ക് മഹാപ്രഭുവായിട്ടാണ് സർവാഗഹരം എന്നാ പറയുക. എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ മഹാപ്രഭു നമുക്ക് മാറ്റിത്തരും എന്നാണ് പറയുക. അതാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെയാണ് ശ്രീഭൂതബലി വരുന്നത്. ഇപ്പോൾ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളുടെ പിറ്റത്തെ ദിവസങ്ങളിലായിരിക്കും ശ്രീഭൂതബലി ഉണ്ടായിരിക്കുക. സർവേശ്വരനായിട്ട് ആ ഒരു ശ്രീഭൂതബലി കണ്ടു തൊഴുത് കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യത്തിനും സന്താന സൗഖ്യത്തിനും, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർക്കാണെങ്കിൽ ശ്രീഭൂതബലി കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. കുട്ടികളുടെ ഉയർച്ചയ്ക്കായിട്ടും ശ്രീഭൂതബലി കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സർവേശ്വരനായിട്ടാണ് ശ്രീഭൂതബലിയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം ഉണ്ടായിരിക്കുക. അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കുട്ടികൾ സന്താന സൗഭാഗ്യത്തിനും സന്താന സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ.